Everyone is looking for purity. ഏതാണ്ട് ശുദ്ധമായ ഒറിജിനൽ സോഴ്സിൻ്റെ അടുത്ത് തേടിപ്പോവാണ്. പക്ഷേ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു ഒറിജിനൽ സോഴ്സ് ഇല്ല. ഡസൻ കണക്കിന് കൊട്ടാരങ്ങളിൽ ജീവിച്ച ഒരാൾ, 300 വേലക്കാരുമായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിനെ വേണ്ടാന്ന് വെച്ച് റിനൗൺസ് ചെയ്ത് പോകണമെങ്കിൽ അത് എന്തിനു ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഈ ഐവറി ത്രോണിൽ കയറിയത്. കൊട്ടാരത്തിനകത്ത് എന്ത് നടക്കുന്നു, ഈ വലിയ വിപ്ലവങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ നടക്കുന്ന ഡൈനാമിക്സ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. കേരള എക്സിസ്റ്റഡ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് സോൺ. അതിനകത്തോട്ട് ഒരു സൈഡിൽ മലകളുണ്ട്, മറ്റേ സൈഡിൽ കടലാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് കൾച്ചറൽ ട്രേഡ് റിലേറ്റഡ് എക്സ്ചേഞ്ച് വരുന്നത് കടലിനപ്പുറത്തോട്ട് ഔട്ട്സൈഡേഴ്സായിട്ട്. അതെ, it was easier to get across the Arabian Sea than to get from Delhi to Kerala. Right. അപ്പം കൾച്ചറലി നമുക്ക് അറേബ്യയായിട്ട് മോർ ഇൻവോൾവ്മെന്റ് ഉണ്ട് കമ്പയർഡ് ടു ഡൽഹി. ഇന്ത്യ ഇപ്പം ഡെമോക്രസിയാണ്, പക്ഷെ ആദ്യം മുതൽ ഈ ഡെമോക്രസിയും ജാതിയുള്ള ഡെമോക്രസിയാണ് നമ്മൾ. ആൾക്കാർ യു ഡോണ്ട് ജസ്റ്റ് കാസ്റ്റ് യുവർ വോട്ട്, യു വോട്ട് യുവർ കാസ്റ്റ്. മനു പിള്ളൈ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഐവറി ത്രോൺ എന്ന് പറയുന്ന ആ പുസ്തകമാണ്. വളരെ യങ് ഏജിൽ എഴുതി, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വായിച്ചു. ആ പുസ്തകം പറയാതെ മനുവിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഐവറി ത്രോൺ ഉണ്ടാക്കിയ ഒരു കൾട്ടെന്ന് ഞാൻ പറയില്ല, എന്നാൽ പോലും ഒരു സ്വാധീനമുണ്ട്. അത് ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. അതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു റോയൽ ഫാമിലിയുടെ ഒരു കഥ പറഞ്ഞു, അല്ലെങ്കിൽ റോയൽ ഫാമിലിക്ക് അനുകൂലമായ റോയൽ ഫാമിലിയോട് ചേർന്ന് നിന്നൊരു കഥയായിപ്പോയി എന്നൊരു വിമർശനം പലയിടത്തും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കുക, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക്. അത് കഥയുടെ മുഖ്യ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സേതുലക്ഷ്മിബായി റോയൽ ഫാമിലിയിലെ മെമ്പർ ആയിരുന്നെങ്കിലും, ഒരു മഹാറാണി ആയിരുന്നെങ്കിലും അതിനെ ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ്. അതിനായിരുന്നു എനിക്കൊരു താല്പര്യം. ഇത് ഇത്രമേൽ പവറും ഇത്രമേൽ പൈസയും ഇത്രമേൽ സ്റ്റേറ്റസും പ്രസ്റ്റീജും ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ ഡസൻ കണക്കിന് കൊട്ടാരങ്ങളിൽ ജീവിച്ച ഒരാൾ, 300 വേലക്കാരുമായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിനെ വേണ്ടാന്ന് വെച്ച് റിനൗൺസ് ചെയ്ത് പോകണമെങ്കിൽ അത് എന്തിനു ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഈ ഐവറി ത്രോണിൽ കയറിയത്, അതിൻ്റെ ഒരു റീസർച്ച് തുടങ്ങിയത്. അപ്പം ചിലർ ഒരു പുസ്തകത്തിന് ഒരു നോട്ടത്തിൽ പറയും ഇതൊരു ഒരു റോയലിസ്റ്റ് പുസ്തകമായിരിക്കും എന്നുള്ള ഒരു തോന്നലാണ്. പക്ഷെ അതിനകത്ത് രാജഭക്തി ഇല്ല. ഇറ്റ്സ് നോട്ട് സേതുലക്ഷ്മിബായെ പറ്റിയുണ്ട്. കാരണം ഒരു ഫുട് നോട്ട് ആയപ്പെട്ട ഒരു പെൺ കഥാപാത്രം, ഒരു സ്ത്രീയെ പിന്നീടും ഹിസ്റ്ററിയിലേക്കൊന്ന് റെസറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അവരോടൊരു സിമ്പത്തിയുണ്ട് ആ കഥയിൽ. പക്ഷെ അതിനപ്പുറം ഇറ്റ്സ് ഐ തിങ്ക് മച്ച് മോർ ക്രിട്ടിക്കൽ ടേക്ക് ഓൺ റോയൽറ്റി. ഈ റോയൽ സിസ്റ്റം എങ്ങനെയുണ്ടായി, മാർത്താണ്ഡവർമ്മ അതിനെ എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ ആചാരങ്ങൾ ചേർത്ത് പിടിപ്പിച്ചാണ് ഈ ഒരു സ്ട്രക്ചറിനെ തന്നെ ഉണ്ടാക്കിയത്, ഇതിനെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ താല്പര്യം. അല്ലാതെ രാജപ്രശസ്തി പാടാനുള്ള പുസ്തകമല്ല. അതല്ല, എൻ്റെ രാജഭക്തന്മാർക്ക് പിടിച്ചിട്ടുമില്ല ആ പുസ്തകം. അത് ശരിയാണ്, ആ രീതിയിൽ കാണും. പക്ഷേ മനുവിനെ പോലൊരു വളരെ യങ്സ്റ്ററായ ഒരാൾ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പം ഒരു റോയൽ ഫാമിലി മെമ്പറിലൂടെ ചരിത്രത്തെ കാണുന്നതാണോ, അല്ല മറ്റേതെങ്കിലും രീതിയിൽ അധികാരമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താഴെക്കടയിലുള്ള മനുഷ്യരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തർക്കും അവരുടേതായ റീസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് ഭക്തി ലിറ്ററേച്ചർ വായിക്കാറുണ്ട്. അതിപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ പല പല ലാംഗ്വേജസിലാണ്, അപ്പം ട്രാൻസ്ലേഷൻസ് ആണ് വായിക്കാറുള്ളത്. പക്ഷേ ഭക്തി കൂടെ യു ഗെറ്റ് എ സെൻസ്, താഴത്തെ ആൾക്കാർ അവരെന്താ ആലോചിച്ചിരുന്നു, എന്തുവാ പീപ്പിൾ ഹൂ ബീൻ മാർജിനലൈസ് അവരെന്താ ആലോചിച്ചിരുന്നു, അവരുടെ ഐഡിയോളജി എന്തായിരുന്നു, അവരുടെ ഇൻ്റലക്ച്വൽ ബാറ്റിൽസ് എന്തായിരുന്നു, ഇതിൻ്റെ ഒരു സെൻസ് നമുക്ക് അതിൽ കൂടെ കിട്ടും. അതിൻ്റെ ഇപ്പം റീസെൻറ്റ് 3ാമത് ഇറങ്ങിയ എസ്സേ കളക്ഷനകത്ത് ഒരുപാട് ഭക്തി സെയിൻസ് ഉണ്ട്. ഒരു ദലിത് ചോഖമേല മുതൽ ഒരു മീരാബായി വരെയുള്ള വേരിയസ് കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ അതിനോടൊരു താല്പര്യമുണ്ട്. പക്ഷെ അതൊരു പുസ്തകം ഇപ്പം വരെ ആയിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഐവറി ത്രോൺ ഒരു റോയൽ ഫാമിലിയുടെ ആണെങ്കിലും അതിനകത്തിൻ്റെ വേറൊരു റീസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ദാറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എപ്പോഴും ഒരു നാഷണലിസ്റ്റ് ഹിസ്റ്ററി ആൻഡ് ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ഇത് രണ്ടുമാണ് നോക്കുന്നത്. പക്ഷേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒരു ഫാസിനേറ്റിംഗ് സ്പേസ് ആണ്. കാരണം അത് ഒരിക്കലും ബ്രിട്ടീഷുകാർ ഡയറക്റ്റ്ലി ഭരിച്ച സ്ഥലങ്ങളല്ല, അത് രാജാക്കന്മാരുടെ അടിയിൽ നിന്ന സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാണ് കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഹിന്ദു മഹാസഭയ്ക്ക് മീറ്റിംഗ്സ് ഹോസ്റ്റ് ചെയ്ത് കൊടുത്തത്? ബിക്കോസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് വി ക്യാൻ ആക്ച്വലി ലിങ്ക് ഇറ്റ്. ഇന്ന് നടക്കുന്ന പോളിറ്റിക്സിനോട് നമുക്ക് ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ട്രജക്ടറി ലിങ്ക് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടേതായ ഒരു പ്രിൻസ്ലി മോഡേണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സയാജിറാവ് ഗായ്ക്വാഡ് ഇൻ ബറോഡ ഫോർ എക്സാമ്പിൾ, അയാൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ ആളല്ല. വൈസ്രോയമാർക്കൊക്കെ അയാളോട് വലിയ ദേഷ്യമാണ്. ഒരിക്കൽ കിങ് ഓഫ് ഇംഗ്ലണ്ടിനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കണം എന്നുള്ള ഒരു വാദം വരെ വന്നിരുന്നു സീരിയസ് ആയിട്ട്.
പക്ഷേ ഹി ഫൗണ്ട് എ വേ ടു റെസിസ്റ്റ് ദാറ്റ്. ഹി ഫൗണ്ട് എ വേ ടു റെസിസ്റ്റ് കൊളോണിയലിസം. ആ കൊളോണിയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ അദ്ദേഹം അതിനെ റെസിസ്റ്റ് ചെയ്ത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതുപോലെ സെവറൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. തഞ്ചാവൂരിലെ സർഫോജി എന്ന് പറഞ്ഞ മറാഠ രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരുപാട് വെസ്റ്റേൺ സയൻസ് എൻലൈറ്റൻമെൻറ്റ് കോൺസെപ്റ്റ്സിനെ തമിഴിൽ പാട്ടുകളൊക്കെ ആക്കി കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഹി വാസ് ട്രൈങ് ടു ടേക്ക് വെസ്റ്റേൺ കോൺസെപ്റ്റ്സ്, വെസ്റ്റേൺ സയൻസ്, എന്നിട്ട് അത് ലോക്കൽ തമിഴ് കുട്ടികൾക്ക് തമിഴ് പാട്ടുകൾ കൂടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം തുടങ്ങിയതാണ്. വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈബ്രറീസ് ഇൻ സൗത്ത് ഇന്ത്യ, സരസ്വതി മെഹൽ ലൈബ്രറി അദ്ദേഹമാണ് തുടങ്ങിയത്. തിരുവിതാംകൂറിൽ അതുപോലെ സേതുലക്ഷ്മി ബായി ഉണ്ട്. എല്ലാവർക്കും ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആർ ഹെവിലി അണ്ടർസ്റ്റഡീഡ്. ഈ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ ആനപ്പുറത്ത് കയറി കൊട്ടാരങ്ങളും പണിഞ്ഞ് അതിനകത്ത് ഇരിക്കുന്നവർ, അങ്ങനെ ഒരു നോട്ടമുണ്ട്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഈക്വലി ദർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു റീറീഡിങ്ങിന് സാധ്യത ഒരുക്കിയ ഐവറി ത്രോൺ. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു രാജകുടുംബമായിട്ട് ഭയങ്കര വിധേയത്തുണ്ടായിരുന്ന ഒരു വലിയ സമൂഹമാണ്. ആ സമൂഹം ഈ പുസ്തകം സ്വീകരിക്കുമെന്നുള്ളൊരു വലിയ സംശയം അക്കാഡമിക്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, ഈവൻ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ പോലും ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞുപോയി. കൃത്യമായിട്ടും സ്വീകരിക്കപ്പെടുകയും ഒരു പക്ഷേ ഒരുപാട് പേര് രാജഭക്തന്മാർ തിരിച്ച് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കി എന്നുള്ളതിൽ ഒരു സംശയമില്ല പുസ്തകത്തെ കാര്യത്തിൽ. അതിനകത്ത് വന്ന വേറൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഇപ്പം ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റാണി ഉണ്ടാക്കിയ ഒരു പ്രതിവിപ്ലവം ഉണ്ട് വേറെ രീതിയിൽ. അപ്പോൾ അതിനെ കുറിച്ച് എഴുതുമ്പോഴും സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ, ആ കാലത്തുണ്ടായ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ, ഇപ്പോൾ ഇല്ലെങ്കിൽ അതുപോലത്തെ സോഷ്യൽ റിഫോമേഴ്സിനെ, നാരായണ ഗുരു, ഒക്കെ മൗലവി, ഈവൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് തുടക്കം, അതിനൊരു പ്രോമിനൻസ് ഇല്ലെങ്കിൽ വേണ്ടത്ര സ്പേസ് ആ പുസ്തകത്തിൽ കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് ഞാനും അംഗീകരിക്കുന്നു. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് ഇതൊന്നുമല്ല, അല്ലല്ല, ഇതിനെ പഠിച്ചിട്ടുള്ള വേറെ ആൾക്കാർ ഒരുപാടുണ്ട്. എൻ്റെ താല്പര്യം ഈ കോർട്ടിലെ പവർ ഇൻട്രസ്റ്റ് ആയിരുന്നു. പവർ എന്ന് പറഞ്ഞാൽ കമോഡിറ്റിയെ ഇവർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു. ആ കോർട്ടിനകത്ത് നമ്മളിപ്പം താഴേന്ന് വരുന്ന സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷെ അതിന് മുകളിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിൽ നടന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഉള്ളിലെ ഡൈനാമിക്സിനെ മനസ്സിലാക്കാനാണ് എൻ്റെ താല്പര്യം ആ പുസ്തകത്തിൽ അറ്റ്ലീസ്റ്റ്. അപ്പം ഇൻ ദാറ്റ് സെൻസ് മൈ കോൺട്രിബ്യൂഷൻ വാസ് ടു ഷോ കൊട്ടാരത്തിനകത്ത് എന്ത് നടക്കുന്നു. ഈ വലിയ വിപ്ലവങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ നടക്കുന്ന ഡൈനാമിക്സ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. അതും പവറുമായിട്ട് എങ്ങനെ, അതും പവറാണ്. കാരണം ഒരേ കുടുംബത്തിനകത്ത് രണ്ട് താവഴികളിൽ ഡിഫറെൻറ്റ് പോളിസീസ് ആണ്. അപ്പോൾ ഒരു സേതുലക്ഷ്മി ബായിക്ക് സിവിയൻ ക്രിസ്ത്യൻസിനും ഈഴവ സമുദായത്തോടും ഒക്കെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, മറ്റേ സൈഡിൽ ബ്രാഹ്മണരും നായന്മാരുമാണ് ജൂനിയർ മഹാറാണിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഈ ഭൂമിയിലല്ല, ആക്ച്വൽ ഗ്രൗണ്ടിൽ നടക്കുന്ന പോളിറ്റിക്സിന് പാലസിൽ അതിൻ്റെതായ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ താല്പര്യം. ഈ കഥ പറച്ചിലിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു പ്രശ്നം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ വരുന്നത്. ഒന്ന്, ഇന്നിപ്പോൾ നമ്മുടെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പോലും ഉണ്ടാകുന്നൊരു അവസ്ഥ എന്ന് പറയുന്ന മിത്തുകൾ, കഥകൾ, അതൊക്കെ ചരിത്രമായി കൂട്ടിക്കുഴച്ച് അതിൻ്റെ പേരിൽ നീതി നിർവഹണം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരം കഥ പറച്ചിലിൻ്റെ ചരിത്രം ഏത് രീതിയിലാണ് വായിക്കപ്പെടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭാവിയിലെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടോ? അതിനെങ്ങനെ? ഒന്നാമത് ഇതിനകത്തൊരു മെത്തഡോളജിയുടെ പ്രശ്നമുണ്ട്. ഇൻ ദ സെൻസ് ദറ്റ് ഒരു കാലത്ത് ഒരുപാട് ആൾക്കാരുടെ വിചാരമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സിൽ എഴുതിയിരിക്കുന്നത് മാത്രമാണ് ഹിസ്റ്ററി, അതാണ് സത്യം. പക്ഷേ ദാറ്റ് ഈസ് എ വെരി മയോപിക് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതൊരു ലിമിറ്റഡ് ആംഗിളാണ്. യഥാർത്ഥത്തിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് കലയുണ്ട്, ആർക്കിടെക്ചറുണ്ട്, പാട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന സൊസൈറ്റിയാണ്. എത്ര ആൾക്കാർക്ക് എഴുതാൻ പറ്റുമായിരുന്നു? എഴുതാൻ പറ്റുന്ന ചില മേൽജാതികൾക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെക്കോർഡ് തപ്പിപ്പോയാൽ, റെക്കോർഡിനെ മാത്രം നമ്മൾ വിശ്വസിച്ച് ഹിസ്റ്ററി എഴുതിയാൽ നമുക്കൊരു ലോപ്പ് സൈഡഡ് വ്യൂ ആണ് കിട്ടുന്നത്. ആ റെക്കോർഡിനുള്ളിൽ തന്നെ ആരെ എഴുതി, ഇപ്പം ബ്രിട്ടീഷുകാർ എഴുതിയ റെക്കോർഡിന് അതിൻ്റെതായ ഒരു ചരിവ് കാണും, കൊട്ടാരക്കാർ എഴുതിയതിനും അതിന് വേറെ ചരിവ് കാണും, കൊട്ടാര കവിമാർ എഴുതിയ റെക്കോർഡിന് വേറെ ഒരു ചരിവ് കാണും. പക്ഷേ താഴെയുള്ള ആൾക്കാർക്ക് അവരുടെ പാട്ടുകളിലാണ് അവരുടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതാരും ആക്ച്വലി പോയി എഴുതിയിട്ടില്ല. അത് ഒരു കളക്റ്റീവ് മെമ്മറി എന്നുള്ള ഒരു രീതിയിലാണ് അതിനെ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി നോക്കുമ്പം ആ പാട്ടുകളും വേണം, ഈ റെക്കോർഡിലെ ചരിത്രവും വേണം, ഞാൻ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ വേണം, പെയിൻറ്റിങ്സ് ആൻഡ് ആർട്ട് വേണം. നമ്മളിപ്പോൾ ശ്രീരംഗപട്ടണത്ത് പോയാൽ ടിപ്പു സുൽത്താൻ വരച്ചൊരു വലിയ മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. ബാറ്റിൽ ഓഫ് പുള്ളിലൂർ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് 1784 ഉണ്ടാക്കിയ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ്, വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻ ഇന്ത്യ. അതിനകത്ത് അതൊരു വർക്ക് ഓഫ് പ്രോപ്പഗാൻഡ ആർട്ടാണ്. അത് കണ്ടാൽ നമുക്കറിയാം വാട്ട് ടിപ്പു തോട്ട് ഓഫ് ഹിംസെൽഫ്. കാരണം ആ പെയിൻറ്റിങ്ങിനകത്ത് കാണുന്നത് എന്താണ്? ഒരുപാട് ഒരു യുദ്ധം നടക്കുവാണ്. തല വെട്ടിയ ശരീരങ്ങളും കൈവെട്ടിയ ശരീരങ്ങളും ഒക്കെ ഇങ്ങനെ ചോരയെ കിടക്കുകയാണ്. അതിനകത്ത് ടിപ്പുവായി കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു വലിയ ഒരു കുതിരപ്പുറത്ത് ഒരു റോസിനെ ഇങ്ങനെ സ്മെൽ ചെയ്ത് ഒരു ഗാർഡനിൽ ഇങ്ങനെ അയാൾ നിൽക്കുന്ന പോലെ ഭയങ്കര ശാന്തനായിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുന്നു. കൂടെ അപ്പുറത്തുള്ള ബ്രിട്ടീഷുകാരനെ കാണിക്കുന്നത് എങ്ങനെ? പല്ലക്കിനകത്ത് സ്വന്തം വിരലും ഇങ്ങനെ ചതച്ചുകൊണ്ട് ഒരു ബേസിക്കലി എഫെമിനിറ്റ് ആണെന്ന് കാണിക്കാനുള്ള രീതിയിലാണ് ബ്രിട്ടീഷുകാരെ പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
അത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡല്ല, റിട്ടൺ റെക്കോർഡല്ല. shows something. പെയിന്റിംഗ് ടെൽസ് യു എ ലോട്ട് അബൌട്ട് ഹൗ Right. ടിപ്പു wanted to show off his victory. Right. അയാളുടെ മനസ്സിലേക്ക് നമുക്കൊരു വിൻഡോ കിട്ടുകയാണ് ഒരു പെയിന്റിങ്ങിൽ കൂടെ. അപ്പം നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ഒരു കോണ്ടെക്സ്റ്റിനെ നോക്കുമ്പോൾ വി ഹാവ് ടു ലുക്ക് അറ്റ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, എന്നാലും നമുക്കൊരു ഓവറോൾ പിക്ചർ അതിൻ്റെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഓരോ സമയത്തും വി ഹാവ് ടു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ്. ഈ മുമ്പ് സെക്കൻഡ് ചോദ്യം ചോദിച്ചില്ല, അത് തന്നെ കൊട്ടാരത്തിലെ ആംഗിളും വേണം, താഴത്തെ ആംഗിളും വേണം, ഓവറോൾ ആംഗിൾ, അങ്ങനെയാണ് നമുക്കൊരു ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രം, ഒരു ഹിന്ദു സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ അത്. അതിൻ്റെ ഒരു തുടക്കം അതെങ്ങനെയാണ്, അതിനെ ഒന്ന് ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ ഹിന്ദു രാഷ്ട്രം, അവരെന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിച്ചത്, അതിന് എത്ര പഴക്കമുണ്ട്, അങ്ങനെയുള്ളൊരു ആലോചനയിലേക്ക് പോകാൻ പറ്റുമോ? അതിൻ്റെ ട്രാവൻകൂർ ഇസ് എ ഹിന്ദു സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ലൈൻ വരുന്നത് 19th സെഞ്ച്വറിയിലാണ്. കാരണം ആ സമയത്താണ് ഈ ഒരു ഹിന്ദു ഐഡന്റിറ്റി ഉണ്ടായി ഒരു നാഷണലിസ്റ്റിക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത്. അതിന് മുമ്പ് ഇറ്റ് വാസ് എ സിവിലൈസേഷണൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു റിലിജനും ആയിരുന്നു, പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത് 19th സെഞ്ച്വറിയിലാണ്. പക്ഷെ അതിന് മുമ്പ് ഉണ്ട് തിരുവിതാംകൂറിൽ. സ്റ്റേറ്റ് എപ്പോഴാണ് ആയത് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് ഹിന്ദു എന്ന് പറയുന്നത്? അത് അവർ തുറന്നു പറയുന്നത് 19th സെഞ്ച്വറി ഇംഗ്ലീഷ് പബ്ലിക്കേഷൻസ് ആണ് ട്രാവൻകൂർ ഹിന്ദു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലുണ്ട് ഒരു സെൻസ് ഓഫ് റിലീജിയസ്ലി ഇംബ്യൂഡ് ഐഡന്റിറ്റി. പക്ഷെ അതിന് നമുക്ക് ഹിന്ദു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഇസ് മോർ ബ്രാഹ്മണിക്കൽ ആൻഡ് സംസ്കൃതിക് ഇൻ ദ സെൻസ് ദാറ്റ് മാർത്താണ്ഡവർമ്മ പവറിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇസ് ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. രാജാവിന്റെ ചോര വലിയ സീക്രട്ട് ചോരയല്ല. അപ്പൊ രാജാവിനെയും കുത്താൻ ആളുണ്ട് ആവശ്യത്തിന്. രാജാവ് ഒരു പോപ്പിനെ പോലെ ഭക്തിയോട് ആൾക്കാർ കാണുന്ന ആളല്ല, ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ തുടങ്ങിയ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാർത്താണ്ഡവർമ്മ ഈ കുറേ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. അടക്കി കഴിഞ്ഞ് ആ പോകുന്ന നാട്ടുകളിലൊന്നും ആൾക്കാർക്ക് അയാളെ ലെജിറ്റിമേറ്റ് റൂളറായിട്ട് കാണത്തില്ല. പുറത്തുനിന്ന് വന്ന ഒരു കോങ്കറർ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ് 80 വർഷം കഴിഞ്ഞിട്ടും ഗൗരി പാർവതിബായി റാണിയുടെ കാലത്ത്, ഈ കേണൽ മൺറോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കത്തിൽ അവർ എഴുതിയിട്ടുണ്ട്, റാണിക്കൊരു ആഗ്രഹം നോർത്ത് ട്രാവൻകൂറിലേക്ക് ടൂറിന് പോകണമെന്ന്. പക്ഷെ പേടിയാണ്, കാരണം 1810s റാണിക്കൊരു സംശയം അവിടുത്തെ ആൾക്കാർ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കഴിഞ്ഞിട്ടും അംഗീകാരം അത്ര ആയിട്ടില്ല വടക്കൻ ഭാഗങ്ങളിൽ. അപ്പം ഇതിനെ മാറ്റാൻ വേണ്ടിയാണ് മാർത്താണ്ഡവർമ്മ ഫേമസ്ലി തൃപ്പടിദാനം ചെയ്യുമ്പം എല്ലാം അങ്ങ് പത്മനാഭസ്വാമിയുടെ പേരിലേക്ക് ആക്കുന്നത്. കാരണം ഇന്ന് വരെ ദിസ് ഇസ് കോൺകേർഡ് ലാൻഡ്. നാളെ രാവിലെ എണ്ണിക്കുമ്പോൾ ഇത് ഭഗവാന്റെ സ്വത്താണ്, അപ്പോൾ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. അതേപോലെ രാജകുടുംബത്തിന്റെ സ്റ്റേറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേഴ്സണൽ ആചാരങ്ങളും അവർ തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നാൾ വരെ കൊട്ടാരത്തിൽ ഒരു 12 വോള്യൂം പാലസ് മാനുവൽ ഉണ്ടായിരുന്നു. ഈ പാലസ് മാനുവലിൽ എല്ലാം ഉണ്ട്. കട്ടിലയിൽ എങ്ങനെ കിടക്കണം, ഏത് സൈഡ് ചെയ്ത് എണ്ണിക്കണം, എങ്ങനെ കുളിക്കണം, ഭാഷ വരെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ഭാഷയാണ്. അപ്പം സുധീർജി ഞാനും നമ്മളൊക്കെ രാവിലെ എണ്ണിക്കുമ്പോൾ ആദ്യം പല്ല് തേക്കും. കൊട്ടാരത്തിൽ പല്ല് തേക്കത്തില്ല, തിരുമുത്തുകളൊക്കെ റോയൽ പേൾസിനെ ക്ലീൻ ചെയ്യുവാണ്. കാരണം രാജകുടുംബത്തിൽ പല്ലെന്ന് പറയത്തില്ല, തിരുമുത്ത് എന്നാണ് പറയുന്നത്. അവർ കുളിക്കാൻ പോകുമ്പോൾ പള്ളി നീരാട്ടെന്നാണ് പറയുന്നത്. മഹാറാണിക്ക് കുട്ടികളുണ്ടാകാറാവുമ്പം പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ പ്രൊക്ലമേഷനിൽ പറഞ്ഞ തിരുവായർ വാണു, ദ റോയൽ വൂംബ് ഇസ് ഓക്യുപ്പൈഡ്. അല്ലാതെ പ്രസവിച്ചു എന്നൊന്നും പറയില്ല. പ്രസവിക്കുമ്പോൾ അതിൻ്റെ തിരുവായർ ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാതെ മഹാറാണി പ്രസവിച്ചു എന്നൊന്നും ആരും തുറന്നങ്ങനെ പറയത്തില്ല. തിരുവായർ ഒഴിഞ്ഞു, ഒരാളതിനകത്ത് വന്നിരുന്നു, അദ്ദേഹം പോയി എന്നുള്ള ഭാഷയിൽ പോലും വിഭാഗങ്ങൾ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുകയാണ്. അപ്പം കാണുന്ന ആൾക്ക് ഇത് ഏതാണ്ട് പ്രത്യേക മഹാൻ ദൈവങ്ങളെ പോലത്തെ ഒരു കുടുംബമാണെന്നുള്ള ഒരു ഫീലിംഗ് വരണം. അതിനുവേണ്ടിയാണ് ഈ കാണിക്കുന്നത്. അപ്പം സേതുലക്ഷ്മിബായിയുടെ കൊച്ചുമകള് ഇന്നത്തെ ടൈറ്റുള്ള മഹാറാണി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ രുക്മിണി വർമ്മ, ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു പെയിന്ററാണ്. അവർ യൂസ് ചെയ്യത്തില്ല ടൈറ്റിൽ, പക്ഷേ അതാണ് അവർക്കാണ് അവകാശം അതിൻ്റെ അമ്പലത്തിലെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർ പറയാം അവരുടെ കുട്ടിക്കാലത്ത് വരെ പുറത്ത് ഒരു 4 മണിക്ക് ഒരു വാക്കിന് വേണ്ടി പോകണമെങ്കിൽ മുമ്പിൽ 2 പട്ടക്കാർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് സെർവൻസ് ആണ്, ഗാർഡ്സ് ആണ്. അവർ മുമ്പിൽ 2 പേര്, ഓരോ സൈഡിലും 2 പേര്, പുറകെ 2 പേര്. എന്നിട്ട് ഓരോ കുട്ടിക്കും 8 വേലക്കാരുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് നടക്കാൻ പോകണമെങ്കിൽ ഒരു 16 ആൾക്കാർ ഇങ്ങനെ കൂടെ കാണും. എല്ലാവരും ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് തമ്പുരാൻ തിരുമനസ് എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അത് നമുക്കിപ്പം കോമിക്കലായിട്ട് തോന്നും ഇങ്ങനെയൊക്കെ ഇവർ നടക്കുന്നത്. പക്ഷെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കാണുവാണെങ്കിൽ ഇവരെ കാണുമ്പോഴേ തോന്നുന്നു ഇത് ഏതാണ്ട് കൂടിയ ഒരു ബ്ലഡ് ലൈൻ ആണെന്ന്. ഇതൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. അത് അന്നും ഇന്നും വ്യത്യാസമില്ല. ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് ഓൾസോ നോ, ഇംഗ്ലീഷിൽ പറയുമല്ലോ ഫെമിലാരിറ്റി ബ്രീത്സ് കണ്ടന്റ്. ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യൻസ് താങ്കളെ എന്നെ പോലെ ആണെന്ന് അവർക്ക് ഒരിക്കലും അങ്ങനെ തുറന്നു കാണിക്കാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർക്ക് അപ്പോൾ ഒരു ബേസിക് ഒരു പുച്ഛം വരും, ആ വില അത്രയും കൊടുക്കത്തില്ല. അപ്പോൾ സ്പെഷ്യലായിട്ട് എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻസ് മെഷീൻ വെച്ചുകൊണ്ട് ഇങ്ങനെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് പണ്ടും ഉണ്ടായിരുന്നു. പണ്ടത്തെ രീതി പറയാന്നേ ഉള്ളൂ. സെയിം കോണ്ടെക്സ്റ്റ് ഇസ് ദ സെയിം.
അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഒരുപാട് സാൻസ്ക്രിറ്റിക് റിച്വൽസ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണന്മാരെ കൊണ്ടുവരുന്നത്. കാരണം സഡൻലി രാജകുടുംബത്തിൻ്റെ ഈ പൂണൂലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനൊരു പ്രത്യേക ഹിരണ്യഗർഭമൊക്കെ ചെയ്ത് പൂണൂലിട്ട് തുടങ്ങി. പൂണൂലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നായന്മാർ തൊടാൻ പാടില്ല, ബ്രാഹ്മണരെ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ബ്രാഹ്മണന്മാരെ കൊണ്ടുവരണം. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നമ്പൂരിമാരെ വടക്ക മലബാറിലും കൊച്ചിയിലും ഒക്കെയാണ്, തെക്കോട്ടില്ല. അപ്പം പുറത്തുനിന്ന് പട്ടന്മാരെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അയ്യങ്കാഴ്സ് അവരെ കൊണ്ടുവരും. അവർ വന്നാണ് ചെയ്യുന്നത്. പിന്നെ മുറജപം തുടങ്ങും. മുറജപത്തിലെ ഉദ്ദേശം ഇതാണ്, കേരളത്തിലെ ഏറ്റവും കൂടിയ കേമന്മാരായ ബ്രാഹ്മണന്മാരെ തിരുവനന്തപുരത്തേക്ക് വന്ന് ജപം ചെയ്തിട്ട് അവർക്കൊക്കെ ദക്ഷിണയും കൊടുത്തിട്ടാണ് എല്ലാ 4 വർഷവും തിരിച്ചയക്കുന്നത്. ഇതിനെല്ലാം ഒരു ഭക്തിയും കാണും, പക്ഷേ ഭക്തി ഈസ് നോട്ട് ഡിവോഴ്സ്ഡ് ഫ്രോം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഇത് രണ്ടും ഒന്നാണ്, 2 sides ഓഫ് ദ സെയിം കോയിൻ എന്ന് പറയുന്ന പോലെ. രാജാവിന് ഭക്തിയുണ്ട്, പക്ഷേ രാജാവിന് അറിവുമുണ്ട്. ഈ ഭക്തി കൂടെ എനിക്ക് എൻ്റെ സ്റ്റേറ്റിൻ്റെ ചില ഇൻറ്റൻഷൻസും ഗോൾസും സാധിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു അറിവും കൂടെ ഉണ്ട്. അതിനിടെ ഒരു കാര്യം പറഞ്ഞു, ഈ ഭരണകർത്താക്കൾ രാജാക്കന്മാരാണ് ആചാരങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത്, ആചാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ആചാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭരണകർത്താക്കളാണ് ബുദ്ധിമുട്ടുന്നൊരു കാലത്തായി. അത് എത്രത്തോളം ശരിയാണ്? എല്ലാ കാലത്തും ഭരണകർത്താക്കളുടെ അധികാരമുള്ളവരാണോ ആ ആചാരങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? മെയിൻ സ്ട്രീം ആചാരങ്ങൾ അതല്ലേ ഞാൻ പറഞ്ഞു. ആചാരം, ആൾക്കാരുടെ വിചാരം ഈ ആചാരമൊക്കെ ഒരു കാലത്തും മാറാതെ ഇങ്ങനെ 2000 അല്ലെങ്കിൽ 4000 5000 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അല്ല. ഓരോ കാലത്തിനും അത് റെസ്പോണ്ട് ചെയ്തു. ലൈക്ക് എനിത്തിങ് എൽസ്, അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു റെസ്പോണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭൂമി കുലുങ്ങി വീഴുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ തപസ്യ ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു മൂവ്, എന്നാലേ യു ക്യാൻ സർവൈവ് ആൻഡ് കണ്ടിന്യൂ യുവർ തപസ്യ. അതേപോലെ ഓരോ കാലത്ത് ഓരോ രാജാക്കന്മാരും ഓരോ വ്യത്യാസങ്ങളും വരുത്തും. ബ്രിട്ടീഷുകാർ വരെ ആദ്യം വന്നപ്പോൾ അവരായിരുന്നു അമ്പലത്തിൽ നടക്കുമ്പോൾ, ഈ ആചാര റിഫോംസ് ഇങ്ങനെ നടക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളത് നോക്കാൻ പറ്റും. ഇന്നത്തെ കാലമായിട്ട് നോക്കുമ്പോൾ അത് കുറെ കൂടി ഈസിലി അവരെ അന്നും റെസിസ്റ്റൻസ് ഉണ്ട്. മുമ്പ് വന്ന ആൾക്കാർക്ക് പുതിയ ആചാരങ്ങൾ ഇഷ്ടപ്പെടുത്തില്ല, കാരണം അവർക്ക് അവരുടേതായ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അവരുടേതായ ഒരു ബിലീഫും കാണും. അതപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. പക്ഷെ രാജാക്കന്മാർക്ക് അത് എന്താ പറയുന്നത്, ഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ഉള്ളതുകൊണ്ട് രാജാവിൻ്റെ കൽപ്പന പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൽപ്പന, അതിനപ്പുറത്തോട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം ചിത്രനാളുടെ കാലത്ത് തന്നെ ക്ഷേത്രത്തിൽ ദലിത്സിന് പ്രവേശനം ഉണ്ടാക്കി കൊടുത്തു 1936. അതിന് മുമ്പുള്ള നമ്മൾ ആ ടെമ്പിൾ എൻട്രി കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വായിച്ച ടെമ്പിൾ എൻട്രി എൻക്വയറി കമ്മിറ്റി പറഞ്ഞിരുന്നത് ചെയ്യരുതെന്ന്. അതായിരുന്നു അതിൻ്റെ റിപ്പോർട്ട്. അതിനകത്തെ ഫുൾ എക്സ്പ്ലനേഷൻ ആണ്. തന്ത്രസമുച്ചയം പ്രകാരം ഇന്ന ജാതികൾ വന്നാൽ എന്തോ വിഗ്രഹത്തിൻ്റെ എന്തോ ഇൻറ്റഗ്രിറ്റി കുറയുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു, അത് പാടില്ല എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ സെയിം ആർഗ്യുമെൻറ്റ്സ് ആണ് ഇന്നും ആൾക്കാർ പറയുന്നത്, വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പം ഐ എം നോട്ട് ടേക്കിംഗ് എ സൈഡ് ഓൺ ദിസ്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ കാലത്തും ഇത് റിപ്പോർട്ട് ചെയ്ത് തന്ത്രസമുച്ചയമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വന്ന റിപ്പോർട്ടിനെ രാജാവ് സൈഡിലേക്ക് മാറ്റി ഇരുത്തിയിട്ട് അതിൻ്റെ റെക്കമെൻഡേഷനെ വകവെക്കാതാണ് നിയമം കൊണ്ടുവന്നത്. അപ്പം ഭരണത്തിലുള്ള ആൾക്ക് അധികാരം മാത്രമുള്ള അവകാശമുണ്ട്, അത് പണ്ടേ ഉണ്ട്. നോ മാറ്റർ വിച്ച് കോണ്ടെക്സ്റ്റ്, ഇൻ വിച്ച് പ്ലേസ് യു ലുക്ക് അറ്റ്, എല്ലായിടത്തും അതിന് ഉള്ള സ്പേസ് ഉണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഒരു ആങ്സൈറ്റി, നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല നമ്മൾ പറയുന്നത് ആചാരം ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് വെക്കണം എന്ന്. അതിനെ പ്രിസേർവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു നോ ദറ്റ് യു ഹാവ് ടു ഓൾസോ ബി ഏബിൾ ടു ഇന്നോവേറ്റ് ആൻഡ് തിങ്ക് ക്രിയേറ്റീവ്ലി. അതിന് പ്രിസേർവ് ചെയ്യുന്നത് ഒരു വടി പിടിച്ച് അതിന് മുമ്പ് നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയല്ല ആചാരത്തിനെ പ്രിസേർവ് ചെയ്യുന്നത്. അതിനെ അറിഞ്ഞ് അതിനൊരു വേറെ ഒരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ആക്ച്വലി കൺസ്ട്രക്റ്റീവായിട്ട് അതിനെ പ്രിസേർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വഴിക്കിട്ട് കാര്യമില്ല. പറഞ്ഞു വന്നപ്പോഴേ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പറഞ്ഞു വന്നപ്പോഴേ ഈ ഹിന്ദു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് പറയും. ഇൻസിഡൻ്റലി ഒരു 200 ഇയേഴ്സിന് പുറകെ ഹിന്ദു അതിന് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ് ഇൻ ദ സെൻസ് ദറ്റ് നാഷണലിസം റിലിജനുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് ഒരു ലാസ്റ്റ് 100 ഇയേഴ്സിലാണ്. പക്ഷേ ഹിന്ദു ആസ് എ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഒരു മാസ് തിങ് ആവുന്നത്, ഒരു കമ്മ്യൂണൽ ഐഡന്റിറ്റി ആവുന്നത്, അല്ലെങ്കിൽ ഒരു ഗാൽവനൈസിങ് ഫോഴ്സ് ആവുന്നത് നാഷണലിസത്തിനെ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് വെസ്റ്റേൺ സ്റ്റൈൽ നാഷണലിസം വിത്ത് ആൻ ഓൾഡർ ഇന്ത്യൻ റിലിജൻ. ഞാൻ പറയുന്നതല്ല, റിലീജിയൻ എന്ന് പറയുന്ന രീതി പോലും ഹിന്ദു ഐഡന്റിറ്റി വരുന്നത് അല്ല, അതൊരു എലീറ്റ് ലെവലിൽ പണ്ടുണ്ട്. കാരണം നമ്മൾ വിജയനഗറിന്റെ കാര്യത്തിൽ കാണും. 1347 തന്നെ വിജയനഗറിലെ രാജാവ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്, ഹിന്ദു റായ സുരത്രണ. അതിന്റെ ട്രാൻസ്ലേഷനാണ് സുൽത്താൻ അമംഗ് ഹിന്ദു കിങ്സ്. കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് സുൽത്താൻമാർ വന്നിട്ടുണ്ട്. അപ്പോൾ വിജയനഗറിലെ രാജാവ് പറയുന്നത് ഞാനും സുൽത്താനാണ്, അയാളും ആ സുൽത്താൻ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. അതിനെയാണ് സുരത്രണ എന്ന് സംസ്കൃതി പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നത് ഹിന്ദുരായ സുരത്രണ, നിങ്ങൾ മുസ്ലിം സുൽത്താനാണ്, ഞാൻ ഹിന്ദുക്കളിലെ സുൽത്താനാണ്. അപ്പോൾ പുറത്തുള്ളവരാണ് ഈ ഹിന്ദു എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കാൻ കണക്ഷൻ. അതെ, പുറത്തുള്ളവർ ഇന്ത്യയിലെ ആൾക്കാർ സിന്ധു ഇൻഡസിന്റെ അപ്പുറത്തുള്ള ആൾക്കാർ എല്ലാം ഹിന്ദുക്കൾ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ഐഡന്റിറ്റിയെ സെൽഫ്
പുറത്തുനിന്ന് വന്ന ഒരു ഐഡന്റിറ്റിയെ അബ്സോർബ് ചെയ്ത് ഒരു സെൽഫ് ഇമേജ് ആയിട്ട് കാണുന്നത് വിജയനഗറിലെ രാജാക്കന്മാരാണ് 1347 തന്നെ. അതേപോലെ ശിവാജിയുടെ കാലത്തും യു സീ ദിസ് ഹിന്ദാവി സ്വരാജ്. അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി, പക്ഷേ ഇതൊരു മാസ് ഐഡിയോളജി അല്ല, ഇതൊരു നാഷണലിസ്റ്റിക് ഐഡിയോളജി അല്ല, ഒരു റിലീജിയസ് ഐഡിയോളജിയാണ്, ഒരു കിങ്ലി ഐഡന്റിറ്റി. ഒരു രാജാവിന്റെ കിങ്ലി ഐഡിയോളജിയും സെൽഫ് ഇമേജിനെയും സിമെന്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് അതിനെയാണ് 19th സെഞ്ച്വറിയിൽ നാഷണലിസം കൂടെ വരുമ്പം ഒരു പൊളിറ്റിക്കൽ മാസ് ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത്. കാരണം 19th സെഞ്ച്വറിയിൽ എന്താണ് പറ്റുന്നത്, സെൻസസ് വരുന്നു, അപ്പം ആൾക്കാർ എണ്ണം തുടങ്ങുന്നു. എണ്ണി തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇന്ന ജാതിയിൽ ഇത്ര ആളുണ്ട്, ഇന്ന റിലിജനിൽ ഇത്ര ആളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ മെജോറിറ്റി മൈനോറിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം വരുന്നത്. അപ്പം പിന്നെ വിചാരിക്കും മെജോറിറ്റി നമ്മളാണെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി വേണമെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം ഹിന്ദു എന്നുള്ള വാക്കല്ല, ഹിന്ദു എന്നുള്ള ഐഡന്റിറ്റി പഴയതാണോ 1347 ഉണ്ട്, പക്ഷേ ദാറ്റ് ഇസ് എ കിങ്ലി ഐഡന്റിറ്റി, അതൊരു മാസ് ഐഡന്റിറ്റി അല്ല. ഒരു താഴത്തെ ഒരു മാസിനോട് മഹാരാഷ്ട്രയിൽ പോയി ചോദിക്കുക നിങ്ങൾ ഹിന്ദു ആണോ, അയക്ക് മനസ്സിലാകത്തില്ല. തമിഴ്നാട്ടിൽ പോയി ചോദിക്കുക മനസ്സിലാകത്തില്ല. പക്ഷെ രാജാവിനോട് ചോദിച്ചാൽ അയക്ക് ചിലപ്പോൾ മനസ്സിലാവും. അല്ല, പക്ഷെ അതൊരു മതവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക കിങ്ലി ഐഡന്റിറ്റിയുടെ ഒരു മാർക്കാണ്, അത്രേ ഉള്ളൂ. തിരിച്ച് നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വന്നു കഴിഞ്ഞാൽ ഈ കേരളം നമ്മളിപ്പോൾ റിഫർമേഷൻ, നവോത്ഥാനം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒരു തരം സാംസ്കാരികമായി മുന്നോട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു തുടക്കം, ഇതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ റൂട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വളരെ കാലം മുമ്പേ ഉള്ള ഒരു ഇൻറ്ററാക്ഷനിൽ തുടങ്ങുന്നില്ലേ? ഇപ്പോൾ പോർച്ചുഗീസ് വരുന്നു, ഡച്ച് വരുന്നു, ഈവൻ ചൈനക്കാർ വരുന്നു, അറബികൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നമായിട്ടല്ല ഈ റിഫർമേഷൻ വരുന്നതെന്നുള്ളൊരു കാരണം ഒന്നെന്ന് വെച്ചാൽ പുറത്തെ ഇൻഫ്ലുവൻസ് മാത്രമല്ല, വി വർ ഇൻ മെനി വേസ് ഐസൊലേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. കാരണം തമിഴ്നാടാണെങ്കിലും അവരുടെ രീതികൾ വെരി ഡിഫറെന്റ് ഫ്രം കേരളത്തിലെ രീതികൾ. നമ്മുടെ ബേസിക് കുപ്പായം വരെ നോക്കിയാൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം കേരള ഒരു ഓൾമോസ്റ്റ് ഒരു സെപ്പറേറ്റ് സോണായിട്ടാണ്. വിജയനഗറിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടിരുന്ന കാലത്തും തെക്ക് കന്യാകുമാരി ആ ഭാഗത്തൊക്കെ ഇച്ചിരി ഇൻഫ്ലുവൻസ് വന്നു, പക്ഷെ അവർ സാമൂതിരിയെ അങ്ങ് ഡിഫീറ്റ് ചെയ്ത് അനക്സ് ചെയ്തൊന്നും ചെയ്തില്ല. കേരള എക്സിസ്റ്റഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് സോൺ. അതിനകത്തോട്ട് ഒരു സൈഡിൽ മലകളുണ്ട്, മറ്റേ സൈഡിൽ കടലാണ്. അപ്പൊ കൂടുതൽ നമുക്ക് കൾച്ചറൽ ട്രേഡ് റിലേറ്റഡ് എക്സ്ചേഞ്ച് വരുന്നത് കടലിനപ്പുറത്തോട്ടുള്ള. അതെ, it was easier to get across the Arabian Sea than to get from Delhi to Kerala. അപ്പം കൾച്ചറലി നമുക്ക് അറേബ്യയായിട്ട് മോർ ഇൻവോൾവ്മെന്റ് ഉണ്ട് കമ്പയർഡ് ടു ഡൽഹി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ കോർ പൊളിറ്റിക്കൽ ലെജൻഡ് എന്താണ്? പൊളിറ്റിക്കൽ ലെജൻഡ് ഒന്ന് പരശുരാമന്റെ ഉണ്ട്, പക്ഷെ അത് ഐതിഹ്യമാണ്, അത് മിത്താണ്. പക്ഷെ കോ പൊളിറ്റിക്കൽ ലെജൻഡ് എല്ലാ രാജാക്കന്മാരും അവരുടെ ലെജിറ്റിമസി തേടുന്ന ഒരു കഥയുണ്ട്, ചേരുമാൻ പെരുമാൾ. ചേരുമാൻ പെരുമാളുടെ കഥയിൽ എന്താണ്? അദ്ദേഹം ഒരു കപ്പൽ കയറി മെക്കയ്ക്ക് പോവാണ്. അതിനകത്തും ഓൾറെഡി അറേബ്യ ഉണ്ട്, ഒരു കോ പൊളിറ്റിക്കൽ ലെജൻഡിൽ അറേബ്യ ഓൾറെഡി ഉണ്ട്. ബിക്കോസ് കേരളാസ് ലിങ്ക്സ് വെരി സ്ട്രോങ് വിത്ത് അറേബ്യ. അപ്പം ആൾക്കാർ പറയുമല്ലോ ഈ ആദ്യത്തെ കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ മോസ്ക് വന്നതിന് തെളിവില്ലെന്ന്. തെളിവ് ആ എക്സാക്ട് ഡേറ്റിന് ചിലപ്പോൾ തെളിവ് കാണത്തില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ്, കാരണം ഓൾറെഡി അറബ്സ് വന്നുകൊണ്ടിരുന്ന കാലത്താണ്. ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ്. മാത്രമല്ല ആ മോസ്ക് വന്നില്ലെങ്കിലും ഒരു 200 years ലേറ്റർ ഒരു മിഡ് 800s ഒരു റോയൽ ഗ്രാൻറ്റിനകത്ത് വിറ്റ്നസസ് ആയിട്ട് സൈൻ ചെയ്തേക്കുന്ന എല്ലാ അറബിക് നെയിംസ് ആണ്. ഭാഷ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. അത് അവർക്ക് ഉണ്ടായിരുന്നു അത്ര എക്സ്പോഷർ. അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ഈ സിവിലൈസേഷനിലൊക്കെ ഉണ്ടാവില്ല. കേരള ആസ് എ ഡിഫറെന്റ് എൻറ്റിറ്റി ആവുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. നമുക്കൊരു വേറൊരു അതിന്റെ മോസ്റ്റ് ഫാസിനേറ്റിംഗ് തിങ് ഇതാണ്, മരുമക്കത്തായം മാറിയില്ല. ഇത്രയും പുറത്ത് എക്സ്പോഷർ വന്നിട്ടും ആ മരുമക്കത്തായം പിടിച്ചു നിന്നു. പക്ഷേ ഈക്വലി പുറത്തുനിന്നുള്ള ഐഡിയാസ് അന്ന് തൊട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് പറയുന്ന അത്ര ആചാര പഴക്കത്തിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് 800 years അത് കാണുന്നുണ്ട്. സോഷ്യൽ ഫാബ്രിക് ഏകദേശം അതുപോലെ തന്നെ നിലനിന്നു അല്ലേ? അപ്പം ഇന്നും നമ്മുടെ ഇപ്പൊ എൻ്റെ ഒരു കസിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുട്ടിയാണ്. അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു ഹർ യെസ്റ്റർഡേ. അപ്പോൾ അവരും പറഞ്ഞു അവരുടെ കല്യാണത്തിനകത്ത് സെയിം രീതികളാണ്. വിളക്ക് കത്തിക്കുക, ഒരു വന്ന് കല്യാണം കഴിച്ച് കയറുമ്പോൾ വിളക്ക് പിടിച്ചാണ് കയറ്റുന്നത്. പിറ്റേന്നുള്ള ഒരു ദിവസം എന്തോ ഒരു കർമ്മത്തിൽ ഓലക്കോട പിടിച്ച് വേണം വരാൻ. Basic practice is the same. Basic cultural practice and basic cultural everyday experience is the same. പക്ഷെ ഇന്നിപ്പോൾ അത് മറ്റു ചിലർക്ക് വിട്ടുകൊടുക്കാതെ അതിനെ മൊണോപ്ലൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. അതൊരു പ്യൂരിറ്റാനിക്കൽ ഇതല്ലോ, എല്ലാവരും ശുദ്ധത തേടി പോവല്ലോ. അപ്പം അതിൽ ഞാൻ പറയുന്നത്, ഇപ്പം കേരളത്തിൽ എവിടെ നോക്കിയാലും സിന്ദൂര, സ്ത്രീകളെല്ലാം സിന്ദൂരം ഇട്ട് നടക്കും. നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു സാധനമല്ലോ ഇത്. ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു സിന്ദൂരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അന്നില്ല. ഇപ്പം പക്ഷെ എവിടെ തിരിഞ്ഞാലും ഉണ്ട്. അതേപോലെ ഇഫ് യു ലുക്ക് അറ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി, പണ്ട് ഇവിടെ ബുർഖ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഹിജാബ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇപ്പം പക്ഷെ ഒരു ഓവറോൾ പാൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഐഡന്റിറ്റിയുടെ പേരിൽ ഒരു ശുദ്ധത തേടി എല്ലാവരും അങ്ങ് പേരുകൾ നോക്കും. പണ്ടൊരു കൊച്ചുണ്ണി എന്നുള്ളൊരു പേര്, അത് ഹിന്ദു ആവാം അല്ലെങ്കിൽ മുസ്ലിം കായംകുളം കൊച്ചുണ്ണി ആവാം,
പേരിൽ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇന്ന് പക്ഷേ കുട്ടികൾക്കൊക്കെ ചിത്രാംഗത എന്ന് പറഞ്ഞ ഒരു എൻഡ് കാണും, മറ്റേ സൈഡിൽ ഭയങ്കര തീവ്രമായ വല്ല അറബിക് പേരും കാണും. എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ പ്യൂരിറ്റി, ഏതാണ്ട് ശുദ്ധമായ ഒറിജിനൽ സോഴ്സിൻ്റെ അടുത്ത് തേടിപ്പോവാണ്. പക്ഷേ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു ഒറിജിനൽ സോഴ്സ് ഇല്ല. പുസ്തകങ്ങളുണ്ട്, ചിലപ്പോൾ അത് എഴുതിയ സ്ഥലങ്ങളിലെ ഒരു കോണ്ടെക്സ്റ്റിലെ ഒരു ഒറിജിനാലിറ്റി കാണും. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാം വാസ് ബേസ്ഡ് ഓൺ ലോക്കൽ കൾച്ചർ. ഈ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ ലോക്കൽ അറയ്ക്കൽ ബീവിക്ക് വരെ പർദ്ദയില്ല, ഭരിച്ചുകൊണ്ടിരുന്ന റാണിയാണ്. മരുമക്കത്തായത്തിൽ ശരിയല്ലെങ്കിൽ മരുമക്കത്തായത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. പക്ഷെ അവർ സ്ട്രോങ് മുസ്ലിംസ് ആണ്, അവരുടെ കോ മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട്. അതെ, അവർക്കപ്പോൾ അതിനകത്ത് കോൺട്രഡിക്ഷൻ ഇല്ല. ഇന്നത്തെ ആൾക്കാർക്ക് പക്ഷേ ഇതൊക്കെ ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നും. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റിയുടെ ഒരു ഇത് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ കാസ്റ്റിന്റെ വലിപ്പച്ചെറുപ്പമൊക്കെ പലപ്പോഴും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതായിരുന്നു. മനുവിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇപ്പം റാണിയുടെ കാലത്തിന് ഈഴവന്മാർക്ക് ഇക്കണോമിക്കലി അവർ അപ്ഗ്രേഡ് ചെയ്തപ്പെട്ട് അവരുടെ സ്വാധീനം വർദ്ധിച്ചില്ലേ. ഈ കാസ്റ്റിൻ്റെ ഒരു ചരിത്രം കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എത്ര കാലത്തിൻ്റെ പഴക്കം, എങ്ങനെയാണ് അത് എവോൾവ് ചെയ്തത്? അത് ഒരു ജനറൽ ഫാലസി ഉണ്ട്. ഇത് ഏതോ ഒരു ഒറിജിനൽ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം എല്ലാം ഇങ്ങനെ ആരും ഉറപ്പിച്ച് വെച്ചിരുന്നു, അതിനെല്ലാം ഏകദേശം ഓടിച്ച് പറിച്ചൊക്കെയാണ് 19th century വന്നതെന്ന്. ദാറ്റ് ഐ തിങ്ക് ഇസ് അൺഹിസ്റ്റോറിക്കൽ. കാസ്റ്റ് എപ്പോഴും ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാസ്റ്റ് ഉണ്ട്, പക്ഷേ ഓരോ കാസ്റ്റിൻ്റെയും പൊസിഷൻ, ഓരോ കാസ്റ്റിൻ്റെ എക്സാക്ട് വാല്യൂ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈഴവ സമുദായം ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. കാരണം ഏർലി 19th century ദേ വർ ഇൻ എ റിയലി ബാഡ് സ്റ്റേറ്റ്. കുറച്ച് ഫാമിലീസിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഒരു എന്തെങ്കിലും ഒരു സ്റ്റേറ്റസ്, ബാക്കി ഇറ്റ് വാസ് ഇൻ എ റിയലി ബാഡ് സ്റ്റേറ്റ്. അത് 19th century കൊളോണിയൽ ഇക്കോണമി, ആ കൊളോണിയൽ ഇക്കോണമി കൊണ്ട് ക്യാഷ് വരാൻ തുടങ്ങി. അപ്പം നിങ്ങൾ കോയർ ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യം അടിയാന്മാർ വലിയ ഏമാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സഡൻലി പക്ഷേ കൊളോണിയൽ ഇക്കോണമിയിൽ അതിന് പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഡിമാൻഡ് വരുന്നു. അപ്പം ഏമാൻ അല്ല, യുവർ ബയർ ഇസ് സംവെയർ ഇൻ യൂറോപ്പ് മേ ബി. അപ്പം നിങ്ങൾ ക്യാഷ് ഇൻകം വരുന്നു, ക്യാഷ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഭൂമി വാങ്ങിക്കുന്നു. ഭൂമി വിൽക്കുന്നവരാണ് മേൽജാതിക്കാർ. അപ്പം ലോപ്പ് സൈഡ് ചേഞ്ചസ് വരുന്നു. എന്താണ് പുറത്തുനിന്ന് വന്ന ഡൈനാമിക്സ് കാരണം. അപ്പം ആ കൊളോണിയൽ ഏരിയയിലെ ഇന്റർനാഷണൽ ട്രേഡ്, ആ ഒരു ട്രേഡ് കമേഴ്ഷ്യൽ നെറ്റ്വർക്കിന് കാരണം ഈ ഇവിടുത്തെ ഒരു സമുദായത്തിന് സ്ലോലി വരാൻ. അതിന്റെ കൂടെയാണ് ശ്രീനാരായണ ഗുരുയുടെ ഒരു മോറൽ ഇൻഫ്ലുവൻസ്, ഒരു മോറൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനൊരു ഐഡിയോളജി, അതിനൊരു പേർപ്പസ് കൊടുക്കുന്നത്. അത് മിയർ ഇത് എക്കണോമിക്സ് മാത്രമല്ല, ആ എക്കണോമിക്സിന് ഒരു ഐഡിയ, ഒരു ജസ്റ്റിഫിക്കേഷൻ, ഒരു ഫോഴ്സ് ഓഫ് അതോറിറ്റി കൊടുക്കുന്നത് അദ്ദേഹമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമുദായം മേലോട്ട് വരുന്നത്. പക്ഷേ യു സീ ദാറ്റ് ഓൾ ഓവർ. ഇപ്പം ഐഡന്റിറ്റി ഫോർമേഷൻ തന്നെ ഒരു ദർ ആർ സെവറൽ സ്കോളർലി സ്റ്റഡീസ്. രാജ്പൂത്ത് ഐഡന്റിറ്റി ഉണ്ടായി വരുന്നത് ഡൽഹി സൽത്തനത്തിന്റെ കാലത്ത് എലീറ്റ് ഫാമിലീസ് രാജ്പൂത്ത് ആയതിനാൽ അവരാണ് ആദ്യമായിട്ട് ഞങ്ങൾ രാജ്പൂത്ത് എന്നുള്ളൊരു ഐഡന്റിറ്റി അസേർട്ട് ചെയ്ത് ഒടുവിൽ ഇതൊരു കാസ്റ്റായി മാറുന്നത്. അതിനൊന്നും അങ്ങനത്തെ ഒരു കാസ്റ്റ് എന്നുള്ള രീതിയിലില്ല. മറാഠാസും അതുപോലെ ഡെക്കണിലെ സൽത്തനറ്റ് ഈരാസിലാണ് മറാഠാസിലെ അവർ ബേസിക് സൺസ് ഓഫ് ദ സോയിലാണ്. പക്ഷെ ചില ഫാമിലീസ് സുൽത്താൻമാരുടെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത്, പ്രോപ്പർട്ടി ഗെയിൻ ചെയ്ത്, സ്റ്റേറ്റസ് ഗെയിൻ ചെയ്ത ഫാമിലീസാണ് ഒടുവിൽ മറാഠാസിലെ കോർ ഒരു 96 ഫാമിലീസ് എന്ന് പറയുന്ന ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്, ഭയങ്കര സ്റ്റേറ്റസ് ഉള്ള. ആ കാസ്റ്റ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. സോ എവറിഥിങ് ഇസ് ഒന്നും ഒരു ഐസൊലേഷനിലല്ല ഉണ്ടാകുന്നത്. എവറിഥിങ് ഇസ് എ റിസൾട്ട് ഓഫ് സം സോഷ്യൽ ഡൈനാമിക്സ്. അതന്നും ഇന്നും അത് തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ഇപ്പം ഡെമോക്രസിയാണ്, പക്ഷെ ആദ്യം മുതൽ ഈ ഡെമോക്രസിയും ജാതിയുള്ള ഡെമോക്രസിയാണ് നമ്മൾ. ആൾക്കാർ യു ഡോണ്ട് ജസ്റ്റ് കാസ്റ്റ് യുവർ വോട്ട്, യു വോട്ട് യുവർ കാസ്റ്റ്.